ലോകമെമ്പാടുമുള്ള സാമ്പത്തിക നിരീക്ഷകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഒരു സംഭവ വികാസമാണ് പാകിസ്ഥാനിന്റെ ദേശീയ വിമാന കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് (PIA). ഈ PIAയുടെ വിൽപ്പന. രാജ്യത്തിന്റെ സാമ്പത്തിക അതിജീവനത്തിനായി ഈ ഫ്ലാഗ് കാരിയറിനെ വിറ്റഴിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരായിരിക്കുകയാണ്. PIA വിറ്റഴിക്കുന്നതിനുള്ള ബിഡിംഗ് ഡിസംബർ 23-ന് നടക്കാൻ പോവുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ മുമ്പ് ശ്രമിച്ചിട്ടും വേണ്ടത്ര പ്രതികരണമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നീക്കം വരുന്നത്. ഏകദേശം $7 ബില്യൺ വരുന്ന IMF ബെയിൽ ഔട്ട് പാക്കേജിന്റെ ഒരു പ്രധാന വ്യവസ്ഥയാണ് PIAയുടെ പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. വർഷങ്ങളായി കനത്ത നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉടച്ചുവാർക്കാനോ വിറ്റഴിക്കാനോ IMF പാക് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ക്രൂഷ്യൽ ഡിമാൻഡ് പൂർത്തിയാക്കുന്നതിലൂടെ മാത്രമേ അടുത്ത തുക പാകിസ്ഥാന് ലഭിക്കുകയുള്ളൂ. ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ കണ്ടെത്തിയ ഒരു സ്ട്രാറ്റജിക് മൂവാണ് PIAയുടെ ഇപ്പോഴത്തെ വിൽപ്പന. PIA വിറ്റഴിക്കാനുള്ള ശ്രമം ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ വർഷം നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ഒരു കമ്പനി സർക്കാർ നിശ്ചയിച്ച ഏകദേശം $305 മില്യൺ എന്ന ഫ്ലോർ പ്രൈസിനും വളരെ താഴെയുള്ള $36 മില്യൺ ഓഫർ മാത്രമാണ് നൽകിയത്. പ്രതീക്ഷിച്ച ആകർഷകമായ ഓഫർ ലഭിക്കാതെ വന്നതോടെ ആ ലേലം റദ്ദാക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ വാങ്ങുന്നവർക്ക് കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടി PIAയുടെ മാസിവ് ഡെറ്റ് ഏകദേശം PKR 200 ബില്യന്റെ ഒരു വലിയ പങ്ക് സർക്കാർ ഏറ്റെടുക്കുകയും ബാലൻസ് ഷീറ്റ് ക്ലിയർ ആക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഡിസംബർ 23-ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ലേലം സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമെന്നും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അറിയിച്ചിട്ടുണ്ട്. PIAയുടെ 51% മുതൽ 100% വരെ ഓഹരികളാണ് സർക്കാർ വിൽക്കാൻ തയ്യാറെടുക്കുന്നത്. അതിനൊപ്പം പൂർണ്ണമായ മാനേജ്മെന്റ് കൺട്രോളും കൈമാറും. ഈ ലേലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിനുള്ള ഫൗജി ഫൗണ്ടേഷന്റെ ഭാഗമായ ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് ലേലത്തിൽ പങ്കെടുക്കുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഫൗജി ഫൗണ്ടേഷൻ. നിലവിലെ കരസേനാ മേധാവിയും പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തിത്വങ്ങളിൽ ഒരാളുമായ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഫൗജി ഫൗണ്ടേഷന്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നേരിട്ട് അംഗമല്ലെങ്കിലും അദ്ദേഹം നിയമിക്കുന്ന ക്വാർട്ടർ മാസ്റ്റർ ജനറൽ QMG ഈ ബോർഡിൽ അംഗമാണ്. ഈ മാർഗത്തിലൂടെ സൈനിക സ്ഥാപനത്തിന്റെ സ്വാധീനം ഫൗജി ഫൗണ്ടേഷന്റെ തീരുമാനങ്ങളിൽ നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് PIA ഫൗജി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമയാന മേഖലയിലേക്കുള്ള സൈന്യത്തിന്റെ ഫോർമൽ എൻട്രിയായി ഇത് മാറും. രാജ്യത്തിന്റെ കീ ഇക്കണോമിക് അസറ്റ്സിൽ സൈന്യത്തിനുള്ള ഇൻഫ്ലുവൻസിനെയാണ് ഇത് അടിവരയിടുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ പ്രമുഖ വിമാന കമ്പനികളിൽ ഒന്നായിരുന്ന PIA മിസ്മാനേജ്മെന്റ്, അമിതമായ ജീവനക്കാരുടെ എണ്ണം, രാഷ്ട്രീയ ഇടപെടലുകൾ, അഴിമതി എന്നിവയാൽ തകരുകയായിരുന്നു. 2020-ൽ പൈലറ്റ് ലൈസൻസ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടതോടെ പ്രതിസന്ധി രൂക്ഷമായി. യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി PIAയുടെ യൂറോപ്പിലേക്കുള്ള സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇത് ഹൈ ഈൽഡ് റൂട്ട്സ് നഷ്ടപ്പെടുത്തുകയും വരുമാനം കുത്തനെ ഇടിയുകയും ചെയ്തു. നഷ്ടപ്പെട്ട ഈ അന്താരാഷ്ട്ര പ്രശസ്തി വീണ്ടെടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് PIA പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങിയത്. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്ലാഗ് കാരിയറിനെ വിറ്റഴിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കി. ഈ പ്രക്രിയ പൂർണ്ണമായും സുതാര്യവും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ളതും ആയിരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. PIAയുടെ 51 മുതൽ 100% വരെ ഓഹരികളാണ് സർക്കാർ വിറ്റഴിക്കാൻ ലക്ഷ്യമിടുന്നത്. ഈ വലിയ ലേലത്തിൽ പങ്കെടുക്കാൻ 4 കമ്പനികൾ മുൻകൂട്ടി യോഗ്യത നേടിയിട്ടുണ്ട്. ലക്കി സിമെന്റ് കൺസോർഷ്യം, ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോർഷ്യം, എയർ ബ്ലൂ ലിമിറ്റഡ് കൂടാതെ പാകിസ്ഥാനിലെ ശക്തമായ സൈനിക നേതൃത്വവുമായി ബന്ധമുള്ള ഫൗജി ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ്. ഈ 4 സ്ഥാപനങ്ങളാണ് PIAയുടെ ഭാവി നിർണ്ണയിക്കാൻ മത്സരിക്കുന്നത്. PIAയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാലത്ത് ലോകത്തിലെ ലീഡിംഗ് എയർലൈൻസിൽ ഒന്നായിരുന്നു ഇത്. എന്നാൽ ദീർഘകാലമായുള്ള മിസ്മാനേജ്മെന്റ്, ഉയർന്ന കടബാധ്യത, സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ കൂടാതെ ഫേക്ക് പൈലറ്റ് ലൈസൻസ് വിവാദങ്ങളെ തുടർന്ന് യൂറോപ്പിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര സർവീസുകൾക്ക് നേരിട്ട വിലക്കുകൾ എന്നിവയെല്ലാം ഈ സ്ഥാപനത്തെ തളർത്തി. ഏകദേശം $3.5 ബില്യൺ കടബാധ്യതയാണ് PIAയ്ക്ക് നിലവിലുള്ളത്. ഈ മാസീവ് ആയിട്ടുള്ള ഡെറ്റാണ് കമ്പനിയെ വിറ്റഴിക്കുന്നതിന് സർക്കാരിനെ നിർബന്ധിതമാക്കിയത്. PIAയുടെ വിൽപ്പന പൂർത്തിയാകുന്നത് IMF ലോണിന്റെ അടുത്ത ഗഡു ലഭിക്കുന്നതിന് അത്യാവശ്യമാണ്. ഈ വിൽപ്പന വിജയകരമായാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു മേജർ പ്രൈവറ്റൈസേഷൻ ശ്രമമായി ഇത് മാറുകയും ചെയ്യും. അതുപോലെ പുതിയ മാനേജ്മെന്റിന് കീഴിൽ PIAയ്ക്ക് ലോകമെമ്പാടുമുള്ള സർവീസുകൾ പുനരാരംഭിക്കാനും മോഡേൺ ഏവിയേഷൻ ആവശ്യകതകളുമായി പൊരുത്തപ്പെടാനും സാധിക്കുമെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ.
PIAയുടെ വിൽപ്പന പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കറുത്ത ഏടായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അത് വെറുമൊരു ബിസിനസ് ഇടപാടല്ല, മറിച്ച് സമ്പൂർണ്ണമായ സാമ്പത്തിക അതിജീവനത്തിനായുള്ള ഒരു നിർബന്ധിത നീക്കമാണ്. ലേലം പൂർത്തിയാക്കി IMF റിക്വയർമെന്റ്സ് തൃപ്തിപ്പെടുത്താനും അതുവഴി രാജ്യത്തിന്റെ ഡിഫോൾട്ട് ഭീഷണി മറികടക്കാനും സർക്കാരിന് കഴിയുമോ എന്നും ഹൈ സ്റ്റേക്സ് ഉള്ള ഈ ലേലത്തിന്റെ ഫലവും ലോകം ഉറ്റുനോക്കുകയാണ്.